ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാവോ? Yes, sir. കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. സോ in the last class we have discussed some idea about questionnaire, sampling, etc. Now we consider and I have already shared the documents with you. Okay, so here you can see the definition of population and sample. What is actually the definition of population? An aggregate of individual items relating to a phenomenon under investigation is technically termed as population. Okay, for example, suppose we are considering the data of students of our college. So the data of all students in our college constitute a population. വ്യക്തികൾ മാത്രമല്ല, നമ്മൾ സാധാരണ പോപ്പുലേഷൻ എന്നൊക്കെ പറയുമ്പോൾ വ്യക്തികളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ മനസ്സിൽ വരിക. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. ആ വ്യക്തിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡാറ്റ. ഇപ്പോൾ ഹൈറ്റ് ആണെങ്കിൽ ഹൈറ്റിൻ്റെ ഗ്രൂപ്പ്, വെയിറ്റ് ആണെങ്കിൽ വെയിറ്റിൻ്റെ ഡാറ്റ. ഇപ്പോൾ നമ്മുടെ കോളേജിലെ എല്ലാ കുട്ടികളെയും എടുത്ത് അവരുടെ മാർക്ക് എടുത്താൽ ആ മാർക്കിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടാവുമല്ലോ, അതാണ് നമ്മുടെ പോപ്പുലേഷൻ ഡാറ്റ എന്ന് പറയുന്നത്. സോ the population consists of aggregate of data, individual items. Okay, that is under investigation. So what is sample? Sample is a representative part of the population, or representative portion. Okay, so that definition was also given here. When few items are selected for statistical inquiry for a given population, it is called sample. Actually അതൊരു റെപ്രസെൻറ്റേറ്റീവ് പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ പലതരത്തിലുള്ള സാമ്പിളിങ് വഴിയായിട്ട് നമ്മൾ സാമ്പിൾ എടുക്കും. അതൊക്കെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പാർട്ടാണ് പോപ്പുലേഷന്. ഓക്കെ, സോ അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ഡിസ്കസ് ചെയ്താണ്. എ സാമ്പിൾ ഈസ് എ സ്മോൾ പാർട്ട് ഓഫ് സബ്ജക്ട്സ് ഓഫ് ദി പോപ്പുലേഷൻ. സേ ഫോർ ഇൻസ്റ്റൻസ് there may be 3,000 workers in a factory. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 3,000 വർക്കേഴ്സ് ഉണ്ടായിരിക്കും. One wants to study their consumption pattern by selecting only 300 workers from a group of 3,000 workers. We can consider the 300 number as a sample. It is a representative part. ഇത് എടുക്കുന്ന രീതികളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. പല മെത്തേഡ് ഉണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, അതുപോലെ തന്നെ പിന്നെ ഇതായിരുന്നു സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. അങ്ങനെ 4 മേജർ മെത്തേഡ്, പല മെത്തേഡുണ്ട്. ഒരു 4 മേജർ മെത്തേഡ്. ഓക്കെ, സോ ദ സാമ്പിൾ ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട്. നമ്മൾ പറഞ്ഞിരുന്നു സെൻസസ് ആൻഡ് സാമ്പിൾ മെത്തേഡ്. സെൻസസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്യൂമറേഷനാണ്. കംപ്ലീറ്റ് ഡാറ്റ എന്യൂമറേറ്റ് ചെയ്തെടുക്കും. എല്ലാവരുടെയും ഡാറ്റ എന്യൂമറേറ്റ് ചെയ്തെടുക്കും. പക്ഷേ സാമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് മാത്രമേ എന്യൂമറേറ്റ് ചെയ്തു. അതാണ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് അഡ്വാൻറ്റേജ്? സാമ്പിളിംഗ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഈസ് മോർ എക്കണോമിക്കൽ അല്ലേ? എക്കണോമിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, സെൻസസ് എടുക്കുമ്പോൾ നമ്മൾ എന്യൂമറേറ്റേഴ്സിനെ എംപ്ലോയ് ചെയ്യണം. അതിൻ്റെ മെറ്റീരിയൽ വേണം. ആളുകൾക്ക് പല സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റേതായ ചിലവുകൾ വഹിക്കണം. അതുകൊണ്ടാണ് 10 വർഷത്തിലൊരിക്കൽ വി ആർ കണ്ടക്ടിങ് ദ സെൻസസ് അല്ലേ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണ്ടക്ടിങ് ദ സെൻസസ് in 10 years period. Okay, so because of the huge expense, so sampling method is economical. Okay,
Next advantage is sample method ensures completeness and high degree of accuracy due to the small area of operation. So നമുക്ക് ആളുകൾ കൂടുമ്പോൾ നമുക്കറിയാം ഡാറ്റയിൽ മേ ബി correction will be there. Okay, so in order to avoid correction, or we need only, in sampling method we need only to take small number of units. Okay, so we can take accurate informations. ഇപ്പോൾ കുറേ ഇൻഫർമേഷൻ എടുക്കുമ്പോൾ തെറ്റുകൾ വരാം, പക്ഷേ കുറച്ച് ഇൻഫർമേഷൻ എടുക്കുമ്പോൾ എന്താണ് തെറ്റുകൾ കുറയാം, മനസ്സിലായില്ലേ, കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ്. സോ ഡിഗ്രി ഓഫ് ആക്യുറസി, മോറോവർ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ തിയറി എൻഷുർ ദ സാമ്പിളിംഗ് മെത്തേഡ് ഈസ് ആക്യുറേറ്റ്. അത് തിയററ്റിക്കലി അത് ആക്യുറേറ്റ് കൂടിയാണ്. ഓക്കെ, it is possible to obtain more detailed information in sample survey than complete enumeration. ഞാൻ പറഞ്ഞു തന്നെയാണ് അല്ലേ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇപ്പോൾ 10 പേരുടെ എൻ്റെ അടുത്ത് 2 പേരുടെ സ്ഥലത്ത് പോയാൽ മതിയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഡാറ്റ കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. സോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അതായത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, റൂം നമ്പർ 4 ഇവിടെ ആകുമ്പോൾ കൊണ്ട് ഇനി സെൻസസ് നമുക്ക് എപ്പോഴും ആവശ്യമുണ്ടാണെന്ന് നിർബന്ധമില്ല. സെൻസസ് നമുക്ക് എപ്പോഴും ആവശ്യമില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇൻഫർമേഷൻ തയ്യാറാക്കിയതിന് ശേഷം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ഡാറ്റയും കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് തീരുമാനം എടുത്തില്ലെങ്കിലും ഒരു ഏകദേശം ഒരു നമുക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇൻഫർമേഷൻ സാമ്പിൾ വഴിയായിട്ട് കിട്ടും. സെൻസസ് ആകുമ്പോൾ കൃത്യമായിരിക്കും, പക്ഷെ നമുക്കൊരു ഡിസിഷനൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് സാമ്പിളിൽ നിന്നുള്ള ഇൻഫർമേഷൻ വേണം. Now, in some cases of sampling is the only feasible method. For example, we have to test the sharpness of blades. If you test each blade, നമുക്ക് ബ്ലേഡിൻ്റെ ഷാർപ്നെസ് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ ബ്ലേഡും എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല, ഒരു സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മളൊരു ഫാക്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ ഒരു വാഹനങ്ങൾ, എല്ലാം 1 വർഷം 2 വർഷം 5 വർഷം വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് വാറണ്ടി ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, സാമ്പിൾ എടുത്ത് ചെയ്താൽ മതി. സോ പെർഹാപ്സ് ദ ഹോൾ ഓഫ് ദ പ്രോഡക്റ്റ് വിൽ ബി വേസ്റ്റഡ്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ ടേക്ക് എ സാമ്പിൾ ഓൺലി. ഓക്കെ, സോ എസ്പെഷ്യലി ഇൻ telecommunication and system engineering, so the components are tested using some samples. Okay, that's required. In medical science also the sample is required for the taking the information. Okay, so under these circumstances sampling technique is more useful. A sample survey is much more scientific than census because in it the extent of reliability of the results can be drawn, can be known, where this is not always possible in census. സാമ്പിൾ ഇൻഫർമേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇറ്റ് ഈസ് സയൻറ്റിഫിക്, മനസ്സിലായില്ലേ, സാമ്പിൾ സർവേ ഈസ് സയൻറ്റിഫിക്. അപ്പോൾ അതുകൊണ്ട് സാമ്പിൾ സെൻസസ് എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ സാമ്പിൾ സർവേ ഉപയോഗിക്കാം നമുക്ക്. ഓക്കെ, now we consider what some in every study, as you have seen in the questionnaire, we have several variables and attributes for the particular study. So we can consider some variables and attributes for a particular study. So a quantity which varies from one person to another, or one time to another, or one place to another is called a variable. ഉദാഹരണത്തിന് നമ്മുടെ ഹൈറ്റ്, ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് പോകുമ്പോൾ ഹൈറ്റ് മേ ബി ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ വെയിറ്റ്, അല്ലെങ്കിൽ മാർക്ക്, ടെമ്പറേച്ചർ, പ്രഷർ, അതൊക്കെ ടൈമിനനുസരിച്ച് മാറും, അല്ലെങ്കിൽ ഇതേപോലെ പേഴ്സൺ ടു പേഴ്സൺ അത് ചേഞ്ച് വരാം. ഓക്കെ,
So it is actually a numerical value processed by the item. അപ്പോൾ അതിന് നമുക്കൊരു എക്സ് എന്നോ അല്ലെങ്കിൽ വൈ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആയിട്ട് വിളിക്കാം. For example, price of a given commodity, wage of workers, production of weights and students, etc. Attributes means the qualitative characteristics possessed by each individual. For example, sex, honesty, color, etc. അതൊന്നും നമുക്ക് എന്താ പറയുക ന്യൂമറിക്കൽ വാല്യൂവിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ബ്യൂട്ടി അല്ലെങ്കിൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ, അതിനാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. ഓക്കെ, this means that the variable will always be qualitative characteristics data concerned with this quantitative data, and data corresponding to qualitative variable are called qualitative data. അപ്പോൾ ബ്യൂട്ടി, ഇൻ്റലിജൻസ് ഒക്കെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്, മനസ്സിലായില്ലേ? അതേസമയം ഹൈറ്റ്, വെയിറ്റ്, മാർക്ക് അതൊക്കെ നമുക്ക് ഒബ്സർവബിൾ ആണ്, നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്തെടുക്കാം. അതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ഡാറ്റാസാണ്. വേരിയബിൾസ് നമ്മൾ പറഞ്ഞു, വേരിയബിൾസ്, ആട്രിബ്യൂട്ട്സ്, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ്. ഓക്കെ, സോ ഈ പറയുന്നതെല്ലാം ഇറ്റ്സ് ആർ ഫണ്ടമെൻ്റൽ ടു ദി സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി. ഓക്കെ, ആൻഡ് മോറോവർ വി ക്യാൻ ഡിവൈഡ് ദ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ഇൻ ടു ടു കാറ്റഗറി, ദാറ്റ് ഈസ് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഹൈറ്റ് ഒരു കണ്ടിന്യൂസ് ആണ്, ഒരു ബ്രേക്ക് ഇല്ല. 0 മുതൽ ഒരു 100 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1000 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് വരാം, അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ വരെ, അല്ലെങ്കിൽ എത്ര വരിക 173, അല്ലെങ്കിൽ 2 മീറ്റർ 200 സെൻറ്റിമീറ്റർ വരെയൊക്കെ ഏത് വാല്യൂ, ആ ഇൻ ബിറ്റ്വീൻ ഏത് വാല്യൂ ഹൈറ്റ് വരാം. അപ്പോൾ അങ്ങനെയുള്ള ബ്രേക്ക് ഇല്ലാതെയുള്ള വേരിയബിൾസാണ് നമ്മൾ കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി നമ്പർ, ഇപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, അത് ഡിസ്ക്രീറ്റ് ആണ് നമ്പർ, അത് കണ്ടിന്യൂസ് അല്ല. 18, 20, 25, 40 അങ്ങനെയുള്ള നമ്പറുകളാണ് എടുക്കുന്നതെങ്കിൽ ദേ ആർ ഡിസ്ക്രീറ്റ് വേരിയബിൾ. സോ ദർ ആർ ടു ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ്, ദാറ്റ് ഈസ് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾസ്. ഓക്കെ, സോ നമ്മുടെ സ്റ്റഡിയിൽ മിക്കവാറും ചിലപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് വേരിയബിൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ്. ഉദാഹരണത്തിന് ഇവിടെ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ചിൽഡ്രൻ പെർ ഫാമിലി. ഓക്കെ, അതൊരു ഡിസ്ക്രീറ്റ് ആണ്. നമ്പർ ഓഫ് റൂംസ് ഇൻ എ ഹൗസ്, അതൊരു ഡിസ്ക്രീറ്റ് ആണ്. ഇനി അതുപോലെ തന്നെ ഒരു സെർട്ടൻ റേഞ്ചിലെടുക്കുന്ന ടെമ്പറേച്ചർ, മനസ്സിലായി. ഹൈറ്റ് ഓഫ് എ ബോയ് കണ്ടിന്യൂസ് വേരിയബിൾ. കാര്യം നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ടാണ് നമ്മൾ സ്കെയിലെടുക്കുന്നതെങ്കിലും ദാറ്റ് ഈസ് റിയലി ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ടെമ്പറേച്ചർ, പ്രഷർ, ദേ ആർ ഓൾസോ continuous variables. Okay, so we have discussed variables, and there are two type of variables, discrete and continuous variables for quantitative data. There are two type of data, quantitative as well as qualitative data. So these are the fundamental for the statistical studies. Okay, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. ഇനി അതിൽ പല ടൈപ്പ് ഡാറ്റ ഉണ്ട്. നോമിനൽ ഡാറ്റ, ഓർഡിനൽ ഡാറ്റ എന്നൊക്കെ പറയുന്ന ഡാറ്റകളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ ഓക്കെ, so you can see one page here, nominal scale. ഈ ഡാറ്റയിൽ തന്നെ പല ടൈപ്പ് ഡാറ്റ ഉണ്ട്, അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഡാറ്റയുടെ കാര്യം പറഞ്ഞല്ലോ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. അതിൽ തന്നെ 4 ടൈപ്പ് ഡാറ്റകളുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് നോമിനൽ ഡാറ്റ, നോമിനൽ സ്കെയിൽ. സോ നോമിനൽ സ്കെയിലിൽ പ്രത്യേകിച്ച് ഒരു ഓർഡറിങ് ഒന്നും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് മെയിൽ, ഫീമെയിൽ, അതൊരു നോമിനൽ സ്കെയിലാണ്, മനസ്സിലായില്ലേ? That is, nominal scale is simply a system of assigning numbers, symbols to events in order to label them. Okay, അതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ മെയിൽ, ഫീമെയിൽ ഞാൻ പറഞ്ഞു. മെയിലിന് 1 എന്ന് കൊടുക്കാം, ഫീമെയിലിന് 0 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ മെയിലിന് 2 എന്ന് കൊടുക്കാം, ഫീമെയിലിന് 1 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ മെയിലിന് 10 എന്ന് കൊടുക്കാം, ഫീമെയിലിന് 5 എന്ന് കൊടുക്കാം. അത് ജസ്റ്റ് ഒരു അസൈൻമെൻറ്റ് മാത്രം, ഒരു നമ്പർ അസൈൻമെൻറ്റ് മാത്രമാണ് നോമിനൽ സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോമിനൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജസ്റ്റ് ഒരു വേരിയബിളിനെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നതിന് പകരം ഒരു കോഡ് കൊടുക്കുന്നു. 1, 2, 3 എന്നൊക്കെ പറയുന്നുള്ള രീതിയിൽ കോഡ് കൊടുക്കുന്നു. ആ 1, 2, 3ക്ക് പ്രത്യേകിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? സോ ദാറ്റ് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആർ കോൾഡ് നോമിനൽ വേരിയബിൾസ്, മനസ്സിലായില്ലേ?
ഇതിന് ഈ നോമിനൽ ഡാറ്റയ്ക്ക് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്, മെയിനായിട്ടുള്ള ടെസ്റ്റാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റാണ് കൈ സ്ക്വയർ ടെസ്റ്റ്. കൈ സ്ക്വയർ ടെസ്റ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ടെസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് that can be utilized and for the measure of correlation, contingency coefficient, etc. അപ്പോൾ കോറിലേഷൻ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള നോമിനൽ ഡാറ്റ ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ ഇതിൽ നോമിനലിൽ തന്നെ രണ്ടാമത്തെ ഒരു പാരഗ്രാഫ് ഉണ്ട്. അതിൽ നമുക്ക് വായിക്കാം. നോമിനൽ സ്കെയിൽ ഈസ് ദ ലീസ്റ്റ് പവർഫുൾ ലെവൽ ഓഫ് മെഷർമെൻറ്റ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് നോ ഓർഡർ. അവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. നിങ്ങൾ എഴുതുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതണം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് നോ ഓർഡർ ഓർ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഓർ നോ അരിത്തമെറ്റിക് ഒറിജിൻ. എ നോമിനൽ സ്കെയിൽ സിംപ്ലി ഡിസ്ക്രൈബ് ഡിഫറൻസ് ബിറ്റ്വീൻ തിങ്സ് ബൈ അസൈനിങ് ദം ടു കാറ്റഗറീസ്. ഡിഫറെൻറ്റ് നമ്പർ അസൈൻ ചെയ്തുകൊണ്ട് നമ്മളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. നോമിനൽ ഡാറ്റ ആർ ദ കൗണ്ടഡ് ഡാറ്റ. The scales weighs any information that we may have about varying degrees of altitude. അപ്പോൾ അത് വിടും. അപ്പോൾ ആദ്യത്തെ രണ്ട് ലൈൻ നിങ്ങൾ ഓർത്ത് വെക്കുക. അതാണ് നോമിനൽ ഡാറ്റയ്ക്ക് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. അപ്പോൾ ഇതൊന്ന് വായിക്കുക. ഫസ്റ്റ് ലൈൻ, ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് പാരഗ്രാഫിൽ ഫസ്റ്റ് തന്നെ ലാസ്റ്റ് ലൈൻ ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ. അപ്പോൾ അങ്ങനെ ഒരു ബ്രീഫിംഗ് നിങ്ങൾ എഴുതുമ്പോൾ ബ്രീഫായിട്ട് എഴുതുക. മുഴുവൻ എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എന്താണെന്നുള്ള കാര്യം മാത്രം എഴുതുക. ഓക്കെ, സോ ദാറ്റ് ഈസ് നോമിനൽ ഡാറ്റ. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ? ദാറ്റ് ഈസ് ഓർഡിനൽ സ്കെയിൽ. ഇതിനൊരു ഓർഡർ ഉണ്ടാവും. ഓക്കെ, ഒരു ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഒരു ഡിക്രീസിങ് ഓർഡർ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഓർഡിനൽ സ്കെയിൽ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഹാസ് സം ഓർഡർ. ഓക്കെ, the lowest level of the ordered scale is that commonly used, the ordinal scale. The ordinal scale places events in order, but there is no attempt to make the intervals of the scale equal in terms of some rule. അപ്പോൾ അത് 1, 2, 3, 4 അങ്ങനെ വേണം നിർബന്ധമില്ല. 1, 5, 8, 10 അങ്ങനെയൊക്കെ ആയാലും മതി. നമ്മൾ ജസ്റ്റ് ഒരു ഓർഡർ ഉണ്ടാവണമെന്ന് മാത്രം. മനസ്സിലായില്ലേ? യൂഷ്വലി നമ്മൾ റാങ്ക് ഓർഡറാണ് കൊടുക്കുക. റാങ്ക് ഓർഡേഴ്സ് റെപ്രസെൻറ്റ് ഓർഡർ സ്കെയിൽസ് ആൻഡ് ആർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ റിസർച്ച് റിലേറ്റിംഗ് ടു ക്വാളിറ്റേറ്റീവ് ഫിനോമിന. ഉദാഹരണത്തിന് നമ്മൾ ഹയസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ ഹയസ്റ്റ് മാർക്ക് എന്താണ്? എ സ്റ്റുഡൻറ്റ് റാങ്ക് ഇൻ ഹിസ് ഗ്രാജുവേഷൻ ക്ലാസ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ആൻ ഓർഡിനൽ സ്കെയിൽ. വൺ ഹാസ് ടു വെരി കെയർഫുൾ in making statement about scores based on ordinal scale. For instance, if Ram's position in the class is 10 and Mohan's position is 40, it cannot be said that Ram's position is 4 times as good as that of Mohan. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? രാമിൻ്റെ പൊസിഷൻ 10 മോഹൻ്റെ പൊസിഷൻ 40. അതുകൊണ്ട് മോഹൻ രാമിനേക്കാളും 4 ഇരട്ടി ബെറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ രാമും മോഹനേക്കാളും 4 ഇരട്ടി ബെറ്റർ ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കരുത്. മനസ്സിലായില്ലേ? ദ സ്റ്റേറ്റ്മെൻറ്റ് വുഡ് മേക്ക് നോ സെൻസ് അറ്റ് ഓൾ. അതുകൊണ്ട് ഓർഡിനൽ സ്കെയിൽ ഓൺലി പെർമിറ്റ് ദ റാങ്കിങ് ഓഫ് ഐറ്റംസ് ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ്. ഉദാഹരണത്തിന് എന്താണ്? ലെസ് താൻ ഗ്രേറ്റ് താൻ അങ്ങനെ ഉണ്ടെന്ന് 2 കാറ്റഗറി ഉണ്ടെന്നിരിക്കാം. ലെസ് താൻ 40% മാർക്ക്, ഗ്രേറ്റ് താൻ 40% മാർക്ക്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ലെസ് താൻ 40% മാർക്ക് എന്നൊരു കുട്ടിക്ക് നമുക്ക് വേണമെങ്കിൽ 1 കൊടുക്കാം. ഗ്രേറ്റ് ദാൻ 40% മാർക്ക് വന്ന കുട്ടിക്ക് വേണമെങ്കിൽ 2 കൊടുക്കാം. ആ രീതിയിൽ കോഡ് ചെയ്യാം. അപ്പോൾ അതിലൊരു ഓർഡർ കാണാൻ പറ്റും. മനസ്സിലായില്ലേ? ദ യൂസ് ഓഫ് ഓർഡിനൽ സ്കെയിൽ ഇംപ്ലൈസ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ without our being able to state how much greater than or less. The real difference between ranks 1 and 2 may be more or less than the difference of ranks 5 and 6. Since the number of this scale have only a rank meaning, the appropriate measure of central tendency is median. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ മീഡിയനാണ്, മീൻ എടുക്കില്ല. കാറ്റഗറിക്കൽ ഡാറ്റയ്ക്ക് ഓർഡിനൽ ഡാറ്റയ്ക്ക് മീഡിയനാണ് സെൻട്രൽ ആയിട്ട് എടുക്കുക. മനസ്സിലായി? അത് പിന്നീട് നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. സോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഓർഡർ. ഇനി നമുക്ക് വേണമെങ്കിൽ ബിലോ SSLC അത് 1 കൊടുക്കാം. നമ്മളൊരു സർവേ നടത്തുന്നു. ആ സർവേയിൽ ഓരോരുത്തരും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നു. ബിലോ SSLC ആണെങ്കിൽ 1, +2 ആണെങ്കിൽ 2, ഡിഗ്രി ആണെങ്കിൽ 3, അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. അങ്ങനെ കോഡ് കൊടുത്തിട്ട് അതിന് നമുക്കൊരു സെൻസ് വരുന്ന രീതിയിൽ, ഓർഡർ വരുന്ന രീതിയിൽ നമുക്ക് അസൈൻമെൻറ്റ് നടത്തണം. അങ്ങനെയുള്ളതിനെയാണ് പറയുക
ഓർഡിനൽ സ്കെയിൽ എന്ന് പറയാം. ഓക്കെ, ഇനി മറ്റൊന്നുള്ളതാണ് ഇൻ്റർവൽ സ്കെയിൽ. മനസ്സിലായില്ലേ? ഇൻ്റർവൽ സ്കെയിലിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ, in the case of interval scale, the intervals are adjusted in terms of some rule that has been established on the basis of making the units equal. ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ, മാർക്ക് അല്ലെങ്കിൽ എന്താണ്, അങ്ങനെയുള്ളതൊക്കെ ഇൻ്റർവൽ സ്കെയിലാണ്. The units are equal only in some so far as one accepts the assumption on which the rule is based. Interval scales can have an arbitrary zero, but it is not possible to determine for them what may be called an absolute zero or the unique origin. The primary limitation of the interval scale is the lack of true zero. It does not have the capacity to measure the complete absence of a trait or characteristics. ഇപ്പോൾ നമ്മളിവിടെ ടെമ്പറേച്ചറിൻ്റെ ഉദാഹരണം കാണിക്കുക. ദ ഫാരൻഹീറ്റ് സ്കെയിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻ്റർവൽ സ്കെയിൽ. ഇറ്റ് ഷോസ് similarities in what one can or cannot do with it. One can say that an increase in temperature from 30 degree to 40 degree involves some increase in temperature as the increase from 60 to 70. മനസ്സിലായില്ലേ? അപ്പോൾ 30-ൽ നിന്ന് 40-ലേക്ക് നമ്മൾ കൂടി. മനസ്സിലായില്ലേ? അപ്പോൾ അത് തന്നെയാണ് 60-ൽ നിന്ന് 70-ലേക്ക് കൂടുമ്പോഴും സംഭവിക്കുക. മനസ്സിലായില്ലേ? പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് വൺ cannot say that the temperature 60 degrees is twice as warm as the temperature 30 degree because both numbers depend on the fact that zero on the scale is set arbitrarily at the temperature of the freezing point of water. നമ്മൾ 0 ഡിഗ്രി ആണല്ലോ നമ്മൾ ഇതായിട്ട് ഇതാക്കുന്നത്. അപ്പോൾ ഈ 30 അല്ലെങ്കിൽ 60 എന്നൊക്കെ കണ്ടതുകൊണ്ട് അത് ട്വൈസ് ആണെന്ന് പറയാൻ പറ്റില്ല. അതേസമയം അത് അതിനേക്കാൾ കൂടുതലാണെന്ന് പറയാം. മനസ്സിലായില്ലേ? ആ നമ്പർ ഉപയോഗിച്ച് അത് കൂടുതലാണെന്ന് പറയാം. അതേസമയം അതൊരു കണ്ടിന്യൂസ് വാല്യൂസ് കൂടിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്കെയിലിനെയാണ് പറയുക ഇൻ്റർവൽ സ്കെയിൽ എന്ന് പറയുക. മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്കും 0 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാരൻഹീറ്റിലൊക്കെ എടുക്കുകയാണെങ്കിൽ 0 എന്ന് പറഞ്ഞാലും അവിടെ ശരിക്കും ഒരു ടെമ്പറേച്ചർ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ 30, 0, 30, 60 എന്നൊക്കെ പറയുന്നത് നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ശരിക്കും 30-ൻ്റെ ഡബിൾ അല്ല 60 വരുന്നത്. 30 ഡിഗ്രിയിൽ വരുന്ന ചൂടിൻ്റെ ഡബിൾ അല്ല 60 ഡിഗ്രിയിൽ വരുന്നത്. മനസ്സിലായില്ലേ? അതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ അനദർ ഈസ് റേഷ്യോ സ്കെയിൽ. റേഷ്യോ സ്കെയിൽ നമുക്ക് ഇതാണ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന റേഷ്യോ സ്കെയിൽ. ഉദാഹരണത്തിന് ഹൈറ്റ്, വെയ്റ്റ്, ഡിസ്റ്റൻസ് അത് നമ്മൾ 0-നെ വെച്ചിട്ടാണ് അല്ലെങ്കിൽ 0 റെഫറൻസ് പോയിൻ്റ് വെച്ചിട്ടാണ് നമ്മളത് എന്താണ് മെഷർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഒരിക്കലും നമുക്ക് ടെമ്പറേച്ചർ നെഗറ്റീവ് അല്ല. വെയ്റ്റ് നെഗറ്റീവ് അല്ല, ഹൈറ്റ് നെഗറ്റീവ് അല്ല. പക്ഷേ ഇൻ്റർവൽ സ്കെയിലിൻ്റെ പ്രശ്നം എന്താണ്? ടെമ്പറേച്ചർ നെഗറ്റീവ് വരാം. മനസ്സിലായില്ലേ? 0 അല്ല അവിടെ ഫിക്സഡ് പോയിൻ്റ്, സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. പക്ഷേ റേഷ്യോ സ്കെയിൽ എന്താണ്? 0 ആണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഓക്കെ, ഉദാഹരണത്തിന് മാർക്ക്, ഹൈറ്റ്, വെയ്റ്റ്, ഡിസ്റ്റൻസ് അതൊക്കെ റേഷ്യോ സ്കെയിലാണ്. Ratio scales have an absolute or true zero of measurement. The term absolute zero is not as precise as it was one believed to be. We can conceive of an absolute zero of length, and similarly we can conceive of an absolute zero of time. For example, the zero time point on a centimeter scale indicates the complete absence of length or height. ഇപ്പോൾ നമ്മുടെ സ്കെയിലിൽ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് എന്താണ്? അവിടെ ഹൈറ്റ് ഇല്ല, വെയിറ്റ് ഇല്ല എന്നുള്ള മീനിങ്ങാണ്. പക്ഷേ ടെമ്പറേച്ചറിൽ 0 എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അത് അതിൻ്റെ പൊസിഷൻ 0th പൊസിഷനാണെന്ന് മാത്രം. മനസ്സിലായില്ലേ? അതാണ് ഈ ഇൻ്റർവൽ സ്കെയിലും റേഷ്യോ സ്കെയിലും വ്യത്യാസം. But the absolute zero of the temperature is theoretically unobtainable and it remains a concept existing only in the scientist's mind. The number of minor traffic rules violations. അപ്പോൾ അതുപോട്ടെ. ഇപ്പോൾ സെക്കൻഡ് പാരഗ്രാഫ്, റേഷ്യോ സ്കെയിൽ represent the actual amount of variables. Measures of physical dimensions such as weight, height, distance, etc. are examples. Generally, all statistical techniques are used. ഞാൻ പറഞ്ഞല്ലോ, all statistical techniques are useful with the ratio scale
and all manipulations that one can carry out with real numbers that can also carried out with the ratio scale values. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന മിക്കവാറും വാല്യൂസ് എല്ലാം റേഷ്യോ സ്കെയിലായിരിക്കും. ഓക്കെ, അല്ല അപ്പോൾ 4 ടൈപ്പ് ഡാറ്റയാണ്: നോമിനൽ ഡാറ്റ, ഓർഡിനൽ ഡാറ്റ, ഇൻ്റർവൽ ഡാറ്റ, റേഷ്യോ സ്കെയിൽ ഡാറ്റ. ഓക്കെ, ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പോസിബിളാണ്. നമ്മൾ റിയൽ നമ്പർ സിസ്റ്റം നമ്മൾ ഓർത്ത് വെച്ചത്, അതാണ് ഒരു റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്, റിയൽ നമ്പർ സിസ്റ്റം. നമുക്കൊരു എക്സാമ്പിളായിട്ട് ഓർത്ത് വെക്കാൻ നല്ലതാണ്. സോ വി ഹാവ് ഡിസ്കസ്ഡ് സം സ്കെയിലിംഗ്. ഞാനത് ഒരു കാര്യം, നമ്മളെടുത്ത ആ ക്വസ്റ്റ്യനെയർ തന്നെ എടുക്കാം. ക്വസ്റ്റ്യനെയർ തന്നെ, അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യനെയർ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ തന്നെ നോമിനൽ ഡാറ്റ, ഓർഡിനൽ ഡാറ്റ അതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഉദാഹരണം കാണിക്കാം. സോ നമുക്ക് ഈ ക്വസ്റ്റ്യനെയർ കാണുമ്പോൾ നമുക്ക് നമ്മളീ പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതുണ്ടല്ലേ, ഡു യു ഹാവ് ആക്സസ് ടു കമ്പ്യൂട്ടർ, ഇത് നോമിനലാണ്, യെസ് ഓർ നോ. ഈ എസ്സിന് വേണമെങ്കിൽ ഞാൻ 1 കൊടുക്കാം. എസ്സിന് പകരം നമ്മൾ ഡാറ്റ കൊടുക്കുമ്പോൾ 1 കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് നോ വരുമ്പോൾ 0 കൊടുക്കാം. എസ്സിന് ഞാനിവിടെ 1 കൊടുത്തു, നോ വരുമ്പോൾ 0 കൊടുക്കാം. ഇതൊരു നോമിനൽ ഡാറ്റയാണ്. ഓക്കെ, സോ അപ്പോൾ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതൊരു നോമിനൽ ഡാറ്റ. നൗ പ്ലീസ് നെയിം ദ ബ്രാഞ്ച് ഉണ്ടല്ലേ, എസ് പി ബ്രാഞ്ച്, സിൻഡിക്കേറ്റ് ബ്രാഞ്ച്, ഇതിനൊന്നും പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല. ഇതൊരു ബാങ്ക് ഏതാണ് നല്ല ചീത്ത നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഇവിടെ ടിക്ക് ചെയ്താൽ നമ്പർ 1 കൊടുക്കും, ഇവിടെ ടിക്ക് ചെയ്താൽ നമ്പർ 2 കൊടുക്കും, അല്ലെങ്കിൽ ഓരോന്നിനും വേണമെങ്കിൽ നമ്പർ കൊടുക്കാം. എസ് ബി ഐക്ക് വേണമെങ്കിൽ 1 കൊടുക്കാം, അങ്ങനെ വേണമെങ്കിൽ കോഡ് ചെയ്തിട്ട് കൊടുക്കാം, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇനി ടൈപ്പ് ഓഫ് സേവിങ്സ് അക്കൗണ്ട് യു ഹാവ്, ഇത് ടിക്ക് ചെയ്യുമ്പോൾ അത് 1 ടിക്ക് ചെയ്താൽ 1 അല്ലെങ്കിൽ 0. ഇതൊരു നോമിനൽ ഡാറ്റയാണ്. ഏതൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്, അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ ടിക്ക് ചെയ്യുന്നെങ്കിൽ 1 കൊടുക്കാം, പേഴ്സണൽ ലോൺ ആണെങ്കിൽ നമ്പർ 2 കൊടുക്കാം. പക്ഷെ അത് ആ 1, 2, 3 എന്ന് പറയുന്നത് അതിന് ഓർഡർ ഇല്ല കേട്ടോ, ജസ്റ്റ് അതിൻ്റെ ആ അസൈൻമെൻറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. അത് ഞാൻ വേണ്ടി നിങ്ങൾക്കൊരു എക്സൽ ഫയലിലുള്ള കാണിച്ചു തരാം, എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ, ഇപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലോൺ ടേക്കൺ. അപ്പോൾ ഇവിടെ ഞാൻ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ റെസ്പോണ്ടൻറ്റ് പേഴ്സണൽ ലോണാണ് പറയുന്നത്, ഞാനിവിടെ 2 മാർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? റെസ്പോണ്ടൻറ്റ് ഹൗസിംഗ് ലോണാണ് പറയുന്നത്, അടുത്ത റെസ്പോണ്ടൻറ്റ് ഹൗസിംഗ് ലോണാണ് പറയുന്നത്, 3 മാർക്ക് ചെയ്യും. അങ്ങനെ ഡാറ്റ എടുത്തു പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു നോമിനൽ ഡാറ്റയാണ്, ഓർഡിനൽ അല്ല. ഇനി ഇത് നോക്കുക, ഈ ലെസ് ദാൻ 2 ഇയർ, ഗ്രേറ്റർ ദാൻ 2 ഇയർ എന്ന് പറയുന്ന ആ ഒരു ഇൻഫർമേഷൻ. ഇപ്പോൾ ലെസ് ദാൻ 2 ഇയർ ആണെങ്കിൽ നമ്മൾ 1 കൊടുക്കും. അപ്പോൾ ഹൗ ലോങ് എന്നുള്ള ക്വസ്റ്റ്യൻ, അപ്പോൾ അത് ലെസ് ദാൻ 2 ഇയർ ആണെന്ന് ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 കൊടുക്കും.
ഇനി രണ്ടാമത്തെ ആൾ ഇൻ ബിറ്റ്വീൻ 5 to 10 പറഞ്ഞെങ്കിൽ 3 കൊടുക്കും. ഇനി ഗ്രേറ്റർ ദാൻ 10 ആണ് അടുത്ത ആൾ പറഞ്ഞെങ്കിൽ നമ്മൾ 4 കൊടുക്കും. ഇതൊരു ഓർഡിനൽ ഡാറ്റയാണ്. ദിസ് ഈസ് ഓർഡിനൽ. മനസ്സിലായില്ലേ? റെഡ് കളറിലിട്ടത് ഓർഡിനൽ ഡാറ്റയാണ്. ആദ്യത്തത് നോമിനൽ ഡാറ്റ, രണ്ടാമത്തെ ഓർഡിനൽ ഡാറ്റ. ഇനി സ്കെയിൽ ഡാറ്റ നോക്കാം. ഇതൊക്കെ നോമിനൽ ഡാറ്റയാണ്. ഡെപ്പോസിറ്റ്, ക്യാഷ് വിത്ഡ്രോവൽ, മണി ട്രാൻസ്ഫർ, ഇതൊക്കെ നോമിനലാണ്. ഇത് പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല, പല ഓപ്ഷൻ കൊടുത്തു മാത്രം. ഇത് നോക്കുക. ഇതിന് വേണം ഈ ഫുള്ളി അവെയർ, അവെയർ, പാർഷ്യലി അവെയർ, അൺഅവെയർ, ടോട്ടലി അവെയർ. ഈ ഫുള്ളി അവെയറിന് ഞാൻ അതിന് നല്ലൊരു ഡിഗ്രി വരുന്നുണ്ടോ, അപ്പോൾ അത് സ്കെയിലിലേക്ക് മാറ്റാം. ഇത് 5 കൊടുക്കാം. അപ്പോൾ ആ വാല്യൂം അതിനെ ഒരു ചെറിയൊരു മീനിങ് കൊടുക്കുന്നുണ്ട്. അവെയർ 4, പാർഷ്യലി അവെയർ 3, അൺഅവെയർ 2, ടോട്ടലി അൺഅവെയർ 1. മനസ്സിലായില്ലേ? അപ്പോൾ ആ വാല്യൂവിനും അതിൻ്റേതായ ഒരു ഗ്രാവിറ്റി പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അവെയർനെസ് 1 എന്ന് പറഞ്ഞാൽ അൺഅവെയർ എന്ന് മനസ്സിലാക്കാം. അവെയർനെസ് 2 എന്ന് പറഞ്ഞാൽ അവെയർനെസ് 1 എന്ന് പറഞ്ഞാൽ ടോട്ടലി അൺഅവെയർ. അവെയർനെസ് 2 എന്ന് പറഞ്ഞാൽ അൺഅവെയർ. അവെയർനെസ് 3 എന്ന് പറഞ്ഞാൽ പാർഷ്യലി അവെയർ. 1, 2, 3, 4, 5 എന്ന്. അപ്പോൾ ഇതൊരു സ്കെയിലാണ്, സ്കെയിൽ ഡാറ്റയാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇത് ഓർഡിനൽ ഡാറ്റയാണ്. പിന്നെ ഇതാണ്, ഇതൊരു സ്കെയിൽ ഡാറ്റയാണ്. ഹൈലി സാറ്റിസ്ഫൈഡ് 5 കൊടുക്കാം. സാറ്റിസ്ഫൈഡ് ഒരു 4 കൊടുക്കാം. നോ ഒപ്പീനിയൻ 3 കൊടുക്കാം. ഡിസാറ്റിസ്ഫൈഡ് 4 കൊടുക്കാം. ഇതൊരു ഇതൊന്ന് കൊടുക്കാം. ഇത് 2 കൊടുക്കാം. മനസ്സിലായില്ലേ? ഇത് 2 കൊടുക്കാം. അപ്പോൾ ഇത് ഈ വാല്യൂ, the degree shows the ordering also. Okay, so this type of variables are called ratio scale variables. Okay, I think you got the idea of scaling technique. മനസ്സിലായോ? അർച്ചന കെ?